ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളിവിടെ വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇറച്ചി കേക്ക്. എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇറച്ചി കേക്ക് ഒന്ന് കാണിക്കാമോ എന്ന്. ഞാനിതാ അതിനായിട്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് എടുത്തതിന് ശേഷമുള്ള 300 ഗ്രാം ചിക്കനാണ് ഇട്ടത്. ചിക്കൻ്റെ ബ്രസ്റ്റ് ഇതാ ഞാനത് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ സെപ്പറേറ്റ് വെള്ളം ഒഴിക്കുകയോ അതിൻ്റെ ലിഡ് വെച്ച് മൂടൊന്നും ചെയ്യരുത് കേട്ടോ. ഓപ്പണായിട്ട് ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഒരു 3 മിനിറ്റ് ആകുമ്പോഴത്തേക്കും അതിലുള്ള വെള്ളമൊക്കെ പറ്റി ഈ ഒരു സ്റ്റേജിലെത്തും കേട്ടോ. ആ വെള്ളത്തിൽ തന്നെ കിടന്ന് വേവണം. ഓവർ കുക്കായി കഴിഞ്ഞാൽ ഇത് മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ നമുക്ക് ഒരു പൊടിയുടെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുക. നമുക്ക് കടിക്കാൻ കിട്ടുന്ന ഒരു പാകത്തിനാണ് കേട്ടോ നമുക്കിത് വേണ്ടത്. ഒരു 4 മിനിറ്റ് കൂടെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ സെപ്പറേറ്റായി കിടക്കുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു മിനിറ്റ് ആകുമ്പോഴത്തേക്കും അത്യാവശ്യം ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് വേഗം മാറ്റണേ. ആ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ വീണ്ടും ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം. അതിനായിട്ട് 2 മീഡിയം സൈസ് സവാള കേട്ടോ. ഞാൻ ആ ചിക്കൻ പൊരിച്ച പാത്രത്തിലേക്ക് തന്നെയാണ് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 മീഡിയം സൈസ് സവാളയാണ് ചെറുതാക്കി കുനുകുനാന്നായിട്ട് അരിഞ്ഞിട്ടതാണ് കേട്ടോ. ഇത് നന്നായിട്ട് വാടി കിട്ടാനായിട്ട് നമ്മൾ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിൻ്റെ പച്ച മണം ഒന്ന് മാറണം കേട്ടോ. ആ മഞ്ഞൾപ്പൊടിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ഇതിലോട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ക്രഷ് ചെയ്താണ്, പേസ്റ്റല്ല, ക്രഷ് ചെയ്തിട്ട് ഇടണം കേട്ടോ. എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഒരു 6 വലിയ വെളുത്തുള്ളി ഞാൻ ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട്. 3 പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ. ഇതിലോട്ടൊരു മീഡിയം സൈസ് തക്കാളി, അത് കനം കുറച്ചരിഞ്ഞ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ പച്ചമുളക് ഒക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മളിൽ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുക. ഇതൊക്കെ പച്ച മണം മാറി ഇതിൻ്റെ ഒരു ബിരിയാണി മസാലയുടെ ഒരു മണം വരും കേട്ടോ. അതാണ് അതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചിക്കൻ വേവിച്ച് വെച്ചിട്ടില്ലേ, അത് നമ്മളെടുത്തിട്ട് 2 പാർട്ടായിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് പൾസ് ചെയ്തെടുക്കണം കേട്ടോ. 2-3 പ്രാവശ്യം ചെയ്യരുത്. ഒരു പൾസ് വീതം ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരുപാട് പൊടിച്ച് കളയരുത്. നമുക്കിതിൻ്റെ ആ മീറ്റിൽ ഒന്ന് കടിക്കാൻ കിട്ടണം. എന്നിട്ട് നന്നായിട്ട് ഈ മസാലയിലേക്ക് ഇത് മിക്സ് ചെയ്ത് എടുക്കുക. 1 മിനിറ്റോളം ഇതിലിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് അതിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഉപ്പൊന്നും ഇല്ലെങ്കിൽ നമുക്കതൊന്ന് ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 2-3 പിഞ്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്കായിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. എന്നിട്ടത് ആറി വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇനി ഒരു ബൗളെടുക്കുക. അതിലേക്ക് ഞാൻ 5 മുട്ട പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതിലൊരു യോക്ക് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും നമ്മളിത് ഇതുപോലൊരു വിസ്ക് എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക കേട്ടോ. മിക്സിയിലിട്ട് അടിക്കരുത്. ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പതഞ്ഞ് വന്ന് നമുക്ക് അതിൻ്റെ ഫോം ആയിട്ട് വരും. നമുക്കിതുപോലെ അതിൻ്റെ സ്ട്രക്ചർ ശരിയാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കണക്കനുസരിച്ച് 6 കോഴിമുട്ടയാണ് എടുക്കേണ്ടത്. ഞാനിതിൽ 5 എണ്ണം എടുത്ത് ഇതുപോലെ ഞാൻ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആദ്യമൊക്കെ ഒന്ന് 6 മുട്ട വെച്ച് ഈ മെത്തേഡിൽ നിങ്ങളുണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ
ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങളുടെ മസാല ഉണ്ടാക്കിയതിൽ ഉപ്പ് കൂടുതലാണ് കാണിക്കണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും മുട്ടയിൽ ഉപ്പിടരുത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 1/4 ടീസ്പൂൺ എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ടിതാ അത് മൊത്തം ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ അതിലേക്ക് നമ്മുടെ മുട്ടയുടെ കൂട്ടില്ലേ, അത് ഞാൻ എൻ്റെ 1/4 പോർഷനായിട്ട് അതിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങളതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതാ എന്നിട്ട് ഒരു 10 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ്റെ മസാലയല്ലേ അത് നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. പതിയെ പതിയെ ഒന്നിട്ട് കൊടുക്കുക. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വേണം സ്പ്രെഡാക്കി കൊടുക്കാൻ. ഒരേപോലെ ഇട്ട് കൊടുത്ത് കൈ കൊണ്ട് പതുക്കെ ഒന്ന് എല്ലാ സ്ഥലവും ഒന്ന് ഫ്ലാറ്റാക്കി കൊടുക്കണം കേട്ടോ. ഇതാ ഇതുപോലെ ഫുള്ളായിട്ടിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ബാറ്ററി ഇല്ലേ, മുട്ടയുടെ ബാറ്ററി, അത് നമ്മളിതാ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മൊത്തം അങ്ങോട്ട് സ്പ്രെഡാക്കി കൊടുക്കുക. പതിയെ വേണം ഒഴിക്കാനായിട്ട് കേട്ടോ. അതാ ഇങ്ങനെ ഒഴിച്ച് നെഗൊക്കെ ഒഴിക്കുക കേട്ടോ. ഇതുപോലെ ഒഴിച്ച് സെറ്റാക്കി വെക്കുക കേട്ടോ. ഇനി നമ്മളിതിൻ്റെ താഴെ ഒരു പാത്രം വെച്ച് കൊടുക്കണം കേട്ടോ. അടിയിൽ പിടിക്കാതെ കരിഞ്ഞ്, മുട്ട ആയതുകൊണ്ട് പെട്ടെന്ന് സോഫ്റ്റ് ആയതുകൊണ്ട് കരിഞ്ഞ് പിടിക്കും. നമ്മളെ ദോശക്കല്ലില്ലേ ഒന്ന് വെച്ച് അതിൻ്റെ മുകളിൽ വേണം ഈ പാത്രം വയ്ക്കാനായിട്ട്. അത് വെച്ചിട്ട് ഇതാ നമ്മളൊന്ന് മൂടി വെക്കണം. അപ്പോൾ ഇതാ നമ്മൾ വെച്ചിട്ട് 6 മിനിറ്റായിട്ടോ. 6 മിനിറ്റായി തുറന്ന് നോക്കിയപ്പോഴത്തേക്കും കേക്കൊക്കെ ഒന്ന് ബേക്കായി വന്നിട്ടുണ്ടേ. നമ്മളൊന്ന് അതൊന്ന് തൊട്ട് നോക്കുമ്പോൾ നല്ല ഹാർഡായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ സ്ട്രക്ചർ കറക്റ്റാണ്. ഇനി നമുക്കിതൊന്ന് വേറൊരു പാനിലേക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ നേരത്തെ വെച്ച പോലെ തന്നെ ആ ദോശക്കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കേക്കൊന്ന് ബേക്കായി വരും കേട്ടോ. പ്ലെയിൻ പ്ലേറ്റ് എടുത്തിട്ട് നമ്മൾ വീണ്ടും ഇതിനെ തിരിച്ചു നിർത്തണം കേട്ടോ. ഇതാ ഇങ്ങനെ കണ്ടില്ലേ, ഇതുപോലെ എടുക്കുക. അപ്പം നമ്മുടെ കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക. നിങ്ങളത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ബ്രൗണിയൊക്കെ അല്ലേ, ബ്രൗണിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്യുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഒരുപാട് പീസസ് കിട്ടുക കേട്ടോ. ഇത് നിങ്ങൾ കാണുന്നവർ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാ ഫാമിലിയിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റാണ്, നല്ല ഒരു എന്താ പറയുക, കണ്ടോ മുട്ടയുടെ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ പാല് ചേർത്തുകൊണ്ട് കുറച്ച് ജ്യൂസിയാണ് കേട്ടോ. നിങ്ങൾ മുട്ട മാത്രം ചേർക്കുമ്പോൾ കുറച്ച് നല്ല ഹാർഡായിട്ട് ശരിക്കും കേക്കിൻ്റെ അതേപോലെ തന്നെ ഇരിക്കും. നിങ്ങളൊന്നുണ്ടാക്കി നോക്കുക, നിങ്ങൾ ട്രൈ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്കിനി കാണുന്നവരെ മാസലാമ.